കണ്ടിരിക്കേണ്ട പടമാണ്. നമ്മുടെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ കണ്ടിരിക്കേണ്ട പടമാണ്. ടോവിയുടെ കരിയറിൽ ഒരു മൈൽസ്റ്റോൺ ആയിരിക്കും. പിന്നെ തീർച്ചയായും നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു വിഭാഗങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള നല്ല സൂപ്പർ മൂവി, അടിപൊളിയാണ്. ടോവിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? മൂവി എങ്ങനെയായിരുന്നു? ഒരു മൈൽസ്റ്റോൺ ആയിരിക്കും. ഈ കണ്ണ് നിറഞ്ഞതിൻ്റെ ആണോ ഈ കണ്ണിലെ തിളക്കം? സിനിമ ഭയങ്കര ഫീലായിരുന്നു, കരച്ചിലായിരുന്നു അവസാനമൊക്കെ കൊള്ളാം. പിന്നെ അടിപൊളി ഇഷ്ടപ്പെട്ടു, എല്ലാവരും കാണണം. ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ടോവിയുടെ ഒരു നെക്സ്റ്റ് മൈൽസ്റ്റോൺ ആണോ? ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ അടുത്ത ലെവൽ പരിപാടിയാണോ? അടിപൊളിയാണ്. പിന്നെ ഫസ്റ്റ് മറ്റേ യുവാക്കൾക്കിടയിൽ കുറേ PSC അങ്ങനെ സമുദായം, ഞങ്ങളൊക്കെ PSC പഠിക്കുന്നവരാണ്. അങ്ങനെ ജോലിയുടെ കാര്യങ്ങളും ഇത് സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നാണ് പോകുന്നത്. ഈ PSC ഉദ്യോഗാർത്ഥികളുടെ ഒരു വിഷമം പറയുന്നുണ്ട്. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തായിരുന്നു. ഞങ്ങൾ PSC എക്സാം ഒക്കെ എഴുതുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു സിനിമ ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ പറയുന്നത് ടോവി വിഷമം ചെയ്യുമ്പോൾ വളരെ റിലേറ്റബിൾ ആണ്. ഞങ്ങൾ കരഞ്ഞു പോയി. നല്ല സിനിമയായിരുന്നു. ഈ ടോവിയുടെ പെർഫോമൻസ് തന്നെയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പക്ഷേ നല്ല ടോട്ടൽ സംവിധാനവും എല്ലാം കൊണ്ടും നന്നായിരുന്നു. സിനിമാറ്റോഗ്രഫി ഈ ദളിത് ഫോറസ്റ്റ് ആക്ടിവിസ്റ്റുകളിലേക്ക് തന്നെ ഒരു പോരാട്ടം ഉണ്ടല്ലോ, അത് സിനിമയിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് സത്യമായിട്ട് തന്നെ ഓളച്ചൊടിക്കുക എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങുമ്പോൾ അങ്ങനെ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ചില രാഷ്ട്രീയ സംഭവങ്ങളുടെ ആളുകൾ ഓർക്കുമോ? തീർച്ചയായും. കാരണം എൻ്റെ ഒരു സ്കൂൾ കാലത്ത് നടന്ന സംഭവമാണ്. നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് അന്നത്തെ നന്നായിട്ട് പത്രം വായിക്കുന്ന ശീലമൊക്കെ നല്ല കറക്റ്റാണ് റിപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നായാട്ടുപാട് സിനിമകളൊക്കെ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്നല്ല കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആരുടെ ഭാഗത്താണ്? ജനങ്ങളുടെ ഭാഗത്താണോ കഥ? മനുഷ്യൻ്റെ ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ അടിസ്ഥാനപരമായ ആദിവാസികളുടെ കേരളത്തിലെ ഗോത്ര സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇതിലിപ്പോൾ എൻ്റെ PSC ഉദ്യോഗാർത്ഥികൾ സർക്കാർ ഉദ്യോഗസ്ഥത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ ടോവിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരുന്നു? റിലേറ്റബിൾ ആയിരുന്നോ? അത് യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ ഈ കാലത്ത് PSC ജോലി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, താങ്ക് യു. എനിക്ക് നന്നായിട്ട് കണക്റ്റ് ആയി. കാരണം നമ്മൾ ആ സബ്ജക്റ്റ് നമ്മൾ വായിച്ചതല്ല, അതുകൊണ്ട് നമ്മൾ കണ്ടതാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടോവിനോടൊരു വൺ ഓഫ് ദ കൈൻഡ് പെർഫോമൻസ് ആയിരിക്കുമോ? നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കിത് സ്ക്രിപ്റ്റും സ്റ്റോറിയാണ് ഏറ്റവും ഇഷ്ടം. അതെ, അത് നന്നായിട്ട് അവർ പെർഫോം ചെയ്തുകൊണ്ടാണ് നമുക്ക് കണക്റ്റ് ആയത്. ഇപ്പൊ എമ്പുരാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ സംഭവം തേടി പോയല്ലോ, അതുപോലെ ഒരു തേടൽ ഉണ്ടാവുമോ നരിവേട്ടയ്ക്ക്? ഉണ്ടാവും. ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഉണ്ടാവട്ടെ. നല്ലൊരു സോഷ്യൽ റെലവൻറ്റ് ആയിട്ടുള്ള ചെയ്തൊരു വർക്ക് അതെങ്ങനെയുണ്ടായിരുന്നു? ഈ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ചെയ്താലേ ആ ആക്ച്വൽ സംഭവങ്ങളെ പറ്റിയിട്ട് കൂടി ആളുകൾ ചിന്ത പോവും, റിസർച്ച് പോവും. ആ രീതിയിൽ നരിവേട്ട എവിടെ നിൽക്കുന്നു എന്ന് തോന്നുന്നത്? ടോവിനൊരു നടൻ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഇവോൾവ് ആയി നരിവേട്ടയിലൂടെ അങ്ങനെ ഫീൽ ചെയ്തോ? ഉറപ്പായിട്ടും അങ്ങനെ ടോവിനെ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ആ ക്യാരക്ടർ ഒന്നുകൂടി അങ്ങോട്ട് എന്താണ് അഴിഞ്ഞാടിയ രീതിയിലൊരു നന്നാണ്. സോഷ്യൽ മെസ്സേജ് പറയുന്ന സിനിമ എന്നിട്ട് അപ്പുറത്തൊരു കൊമേഴ്ഷ്യലി ഇത് നല്ലൊരു എൻ്റർടൈനർ ആണ്, ആളുകൾക്ക് കാണാം. ഉറപ്പായിട്ടും ഒരു ഭയങ്കര ഒരു വിഷ്വൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാം ഷിയാസാസനും ഷാനവാസും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഭയങ്കര സത്യം തന്നെയാണ്.